എറണാകുളത്തും പാലക്കാടും തൃശൂരും ഇടുക്കിയിലുമൊക്കെ മഴ ശക്തമാണ്. ഇടുക്കിയിൽ മരം വീണ് അതിഥി തൊഴിലാളിയായ സ്ത്രീ മരിച്ചു. തൃശൂരിൽ ഓടുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. തെക്കൻ കേരളത്തിൽ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമാണ് മഴ ലഭിച്ചത്. ഓടിക്കൊണ്ടിരുന്ന ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസിന് മുകളിലേക്കാണ് മരമൊടിഞ്ഞു വീണത്. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപത്ത് റെയിൽവേ പാലത്തിന് താഴെയാണ് സംഭവം. ലോക്കോ പൈലറ്റിന്റെ സമയോചിത ഇടപെടൽ മൂലം ട്രെയിൻ ഉടൻ നിർത്തിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സംഭവത്തെ തുടർന്ന് ഈ വഴിയുള്ള ട്രെയിൻ ഗതാഗതം 1 മണിക്കൂർ തടസ്സപ്പെട്ടു. പാലക്കാട് ഒറ്റപ്പാലത്ത് കിഴക്കേത്തോട് പാലത്തിൽ മണ്ണിടിച്ചിൽ. ഒറ്റപ്പാലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒറ്റപ്പാലത്ത് നിന്നും പാലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ പാലത്തിന്റെ ഇടതുഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞ് റോഡിന് തകരാർ സംഭവിച്ചു. മണ്ണിടിഞ്ഞ് റോഡിന് തകരാർ സംഭവിക്കാതിരിക്കാനുള്ള താൽക്കാലിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. പാടലിക്കോട് രാത്രി പെയ്ത കനത്ത മഴയിലും കാറ്റിലും വീട് പൂർണ്ണമായും തകർന്നു. പുലർച്ചെ 1 മണിയോടെ ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ പുറത്തേക്ക് ഓടിയതിനാൽ വലിയ അപകടമൊഴിവായി. അട്ടപ്പാടിയിലും രാത്രി മുതൽ ശക്തമായ മഴയായിരുന്നു. പള്ളത്ത് മീൻ പിടിക്കാൻ പോയ 48-കാരനെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കിയിൽ ദേശീയപാത നവീകരണം നടക്കുന്ന അടിമാലി കരടിപ്പാറ മേഖലയിൽ പലയിടത്തും മണ്ണിടിഞ്ഞു. ജില്ലയിൽ ഇന്നലെ രാത്രിയിൽ വീശിയ കാറ്റ് പരക്കെ നാശനഷ്ടമുണ്ടാക്കി. പാമ്പാടുംപാറ എസ്റ്റേറ്റിൽ മരം വീണ് അതിഥി തൊഴിലാളിയായ സ്ത്രീ മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി മാലതിയാണ് മരിച്ചത്. തേനി മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യം. രാജകുമാരിയിൽ മരം വീണ് വീട് തകർന്നു. രാമക്കൽമേട് തോവാളപ്പാടിയിൽ കനത്ത മഴയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകളിൽ 5 തുറന്നതോടെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു. മുനമ്പം ഹാർബറിനകത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലേക്ക് വൻമരം വീണു. 5 പിക്കപ്പ് വാനുകൾ തകർന്നു. ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് മൈതാനത്ത് നിന്ന് വൻമരം മറിഞ്ഞു വീണു. രാത്രിയായതിനാൽ വലിയ അപകടം ഒഴിവായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.